ഞങ്ങളിപ്പോൾ കെയ്ൻസിലൂടെയുള്ള യാത്രയിലാണ്. കേരളത്തോട് ഏറ്റവും സാമ്യം തോന്നുന്ന അതേ കാലാവസ്ഥയും അതേ ഭൂപ്രകൃതിയുമുള്ള ഓസ്ട്രേലിയയിലെ ഒരു നാട് കെയ്ൻസ്. ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഇവിടുത്തെ ഒരു ഹിസ്റ്റോറിക് ട്രെയിനിലാണ്. പണ്ട് ഈ റെയിൽവേ യാത്രാമാർഗങ്ങൾക്കായും മറ്റുമാണ് ഉപയോഗിച്ചിരുന്നെങ്കിലും കാലക്രമേണ അത് ടൂറിസത്തിൻ്റെ ഭാഗമാവുകയും ഇപ്പോൾ ഒരു ടൂറിസം അട്രാക്ഷൻ അതല്ലെങ്കിൽ ഒരു ടൂറിസവുമായി ബന്ധപ്പെട്ട വിനോദത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ട്രെയിനായി മാറി. ദിവസം 2 യാത്രകളാണ് ഇവിടെ ഉള്ളത്. ഈ ട്രെയിൻ 1891 പ്രവർത്തനം ആരംഭിച്ചത്. 5 വർഷത്തെ കഠിനമായ അധ്വാനത്തിന് ശേഷമാണ് ഇവർക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത്. അതിന് കാരണമുണ്ട്. കുന്നുകളും മലകളും പാടങ്ങളും എല്ലാം താണ്ടിയാണ് ഈ ട്രെയിനിൻ്റെ യാത്ര. ഏകദേശം 37 കിലോമീറ്റർ ഉണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന മലകളുടെ മുകളിലൂടെയൊക്കെയാണ് ഈ ട്രെയിനിൻ്റെ യാത്ര. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അന്നത്തെ കാലത്ത് ഈ ട്രെയിൻ ഇവർ സ്ഥാപിച്ചതെന്ന്. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു യാത്രയായിരുന്നു ഇത്. കേരളത്തിനോട് വളരെ സാമ്യമുള്ള അതേ മരങ്ങളും അതേ ചെടികളും, ഒറ്റനോട്ടത്തിൽ കേരളമാണോ എന്ന് തന്നെ സംശയം തോന്നിപ്പോകുന്ന ഒരു സ്ഥലം. കേരളം നന്നായി പ്ലാൻ ചെയ്ത് കൺസ്ട്രക്റ്റ് ചെയ്താൽ എങ്ങനെയിരിക്കുമോ അതുപോലെ തന്നെ തോന്നിപ്പോയ ഒരു സ്ഥലം. ഈ യാത്രയിൽ പാടങ്ങളും പുഴകളും ചെറുഅരുവികളും കുന്നുകളും താണ്ടിയുള്ളൊരു യാത്ര. ഏകദേശം 15 ടണലുകളും 55 പാലങ്ങളും 98 കർവുകളുമുണ്ട് ഈ യാത്രയിൽ. എല്ലാം വളരെ അട്രാക്റ്റീവായിരുന്നു. കണ്ണിന് കുളിർമയേകുന്ന ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും നീരരുവികളും ഞങ്ങൾ ഈ യാത്രയിൽ കണ്ടു. പ്രകൃതിയുടെ മനോഹാരിത ആവോളം നുകരാൻ ഞങ്ങൾക്ക് സാധിച്ചു.
അതിരപ്പള്ളിയെ ഓർമ്മിപ്പിക്കും വിധം ഇവിടെ നല്ലൊരു വെള്ളച്ചാട്ടമുണ്ട്. ഇവിടെ ട്രെയിൻ അല്പനേരം നിർത്തും. എല്ലാവർക്കും ഇവിടെ ഇറങ്ങാം, ഫോട്ടോകൾ എടുക്കാം. ഒരു 10 മിനിറ്റ് സമയം അവർക്ക് നമുക്ക് വേണ്ടി നൽകും. നല്ല മനോഹരമായ ഒരു യാത്രയായിരുന്നു ഇത്. ഓസ്ട്രേലിയയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ പവർ സ്റ്റേഷനുള്ള ഒരു സ്ഥലമാണ് കെയ്ൻസ്. നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലാ ചെടികളും മരങ്ങളും ഇവിടെയുണ്ട്. നല്ല ഭംഗിയുള്ളൊരു യാത്രയാട്ടോ അത്. ആർക്കെങ്കിലും അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് യാത്ര ചെയ്ത് നോക്കുക. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം നിങ്ങൾക്കായിരിക്കും. വരുന്ന വഴി നിറയെ വെള്ളച്ചാട്ടങ്ങളും ചെറിയ ചെറിയ പാലങ്ങളും, നല്ല ഭംഗിയുള്ള യാത്രയാണ്.